ഒൻപതാമത്തെ ചോദ്യം, റൈറ്റ് ദ സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദ ഇന്റർവെൽ ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ -1 3. ഈ തന്നിരിക്കുന്ന ഇന്റർവെല്ലിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഇതിനകത്ത് -1 ഇല്ല, പക്ഷെ 3 ഉണ്ട്. -1 മുകളിലേക്ക് 3 വരെയുള്ള മുഴുവൻ റിയൽ നമ്പേഴ്സും. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇതാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം. രണ്ടാമത്തെ ചോദ്യം, ലെറ്റ് യു ബി ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ബി എ സബ്സെറ്റ് ഓഫ് യു, ദെൻ എ ഇന്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്, എ എന്ന് പറയുന്നത് യുവിന്റെ സബ്സെറ്റ് ആണ്, എ ഡാഷ് എന്ന് പറയുന്നത് എയുടെ കോംപ്ലിമെന്റ് ആണ്. അങ്ങനെയെങ്കിൽ എയും എ ഡാഷും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എ ഡാഷിനകത്ത് എയിലെ എലമെന്റ്സ് ഒന്നും ഉണ്ടാകില്ല, അതുപോലെ തന്നെ എക്കകത്ത് എ ഡാഷിലെയും എലമെന്റ്സ് ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ എയും എ ഡാഷും ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. അതായത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 5. മൂന്നാമത്തെ ചോദ്യം, ലെറ്റ് യു is equal to set 1 2 3 4 5 6, a is equal to set 2 3, b is equal to set 3 4 5. ഫൈൻഡ് a യൂണിയൻ b. ആദ്യമേ തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എ യൂണിയൻ ബി കാണാനാണ്. നമുക്കറിയാം എ യൂണിയൻ ബി എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും മുഴുവൻ എലമെന്റ്സും ഉൾപ്പെടുന്ന സെറ്റാണ്. അതായത് 2 3 4 5. ഇതാണ് എ യൂണിയൻ ബി. അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബി മൈനസ് എ കാണാനാണ്. അതായത് ബിയിൽ നിന്നും എയിലെ എലമെന്റ്സിനെ ഒഴിവാക്കി ബാക്കി ബിയിൽ വരുന്ന എലമെന്റ്സ് കണ്ടുപിടിക്കുക. നമ്മളിവിടെ ആ സെറ്റുകളൊന്നും എഴുതുകയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് സെറ്റ് 3 4 5 മൈനസ് സെറ്റ് 2 3. ബിയിൽ നിന്നും എയിലെ എലമെന്റ്സിനെ ഒഴിവാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ബിയിൽ നിന്നും ഒഴിവാകുന്ന എലമെന്റ് 3 ആണ്. 3 ഒഴിവായി ബാക്കി വരുന്ന ബിയിലെ എലമെന്റ്സ് 4ഉം 5ഉമാണ്. സെറ്റ് 4 5 ആണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി ആണ്. എയുടെയും ബിയുടെയും ഇന്റർസെക്ഷൻ, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്. പൊതുവായിട്ട് വരുന്ന എലമെന്റ് ആയിട്ട് ആകെ 3 മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് 3 ആണ്. അടുത്തതായിട്ട് നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ്. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ്. നമുക്കറിയാം എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് കാണാൻ വേണ്ടിയിട്ട് യു മൈനസ് എ യൂണിയൻ ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യുവിനകത്തുനിന്ന് എ യൂണിയൻ ബിയിലെ എലമെന്റ്സിനെ ഒഴിവാക്കി ബാക്കി വരുന്ന എലമെന്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന യു എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5 6 ആണ്. 6 വരെയുള്ള എലമെന്റ്സ് ഉണ്ട്. മൈനസ് എ യൂണിയൻ ബി നമ്മൾ കണ്ടുപിടിച്ചു, അത് 2 3 4 5 ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ യുവിനകത്തൊന്നും എ യൂണിയൻ ബിയിലെ എലമെന്റ്സിനെ ഒഴിവാക്കി കഴിയുമ്പോൾ ബാക്കി വരുന്ന എലമെന്റ്സ് 1ഉം 6ഉമാണ്. അപ്പൊ അതുകൊണ്ട് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് സെറ്റ് 1 6.